അറിവായുധമാകുന്ന കാലത്ത് ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ക്യാമ്പസുകളിലെ അരാജക പ്രവണതകൾക്ക് കാരണമാകുന്ന ലഹരിയെ ഇല്ലാതാക്കണമെങ്കിൽ പഠനം തന്നെ ലഹരിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കായംകുളം കിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സമാപനവും മീഡിയ വൺ എ+ മുദ്ര അവാർഡ് ജേതാക്കൾക്കുള്ള ആദര സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ. അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സാങ്കേതിക വിദ്യയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ സാമൂഹികമായ മുന്നേറ്റത്തിന് ഉതകുന്ന തരത്തിൽ വികസിപ്പിക്കുകയാണ് പുതിയ തലമുറയുടെ ദൗത്യം. വിജ്ഞാന വികസനം തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതും ക്യാമ്പസുകളിൽ വളർന്നുവരുന്ന പുതിയ തലമുറയുടെ ദൗത്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അറിവാണ് ലഹരി. യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണം, ഇൻ സെർച്ച് ഓഫ് നോളജ്, അതാകണം നമ്മുടെ ലഹരി. അതിനോടാകണം നമ്മുടെ അഡിക്ഷൻ. ബാക്കിയുള്ള ലഹരിയോട് ഗുഡ് ബൈ. അത് നമ്മളെ കൊല്ലാൻ വരുന്ന, നമ്മളെ നശിപ്പിക്കാൻ വരുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ വരുന്ന ഒന്നാണ്. കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടത്തിയ 2 മാസം നീണ്ടുനിന്ന എന്റെ ക്യാമ്പസാണ് എന്റെ ലഹരി എന്ന ക്യാമ്പയിനാണ് സമാപനമായത്. ക്യാമ്പയിന്റെ ഭാഗമായി ഗൃഹസന്ദർശനങ്ങൾ, പദയാത്ര, വാഹനജാഥ, പൊതുയോഗങ്ങൾ, സൈക്കിൾ റാലി, കോർണർ PTA തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മീഡിയ വൺ എ+ മുദ്ര അവാർഡ് നേടിയ കുട്ടികളെ പരിപാടിയിൽ ആദരിച്ചു. സ്കൂൾ രക്ഷാധികാരി PA അൻസാരി അധ്യക്ഷനായിരുന്നു. IECI കോർഡിനേറ്റർ ഹക്കീം പാണാവള്ളി, ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു, PTA പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. മീഡിയ വൺ ആലപ്പുഴ.